അപ്പോൾ ഇന്നൊരു സന്തോഷമുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന കസ്റ്റമറാണ് ആയിഷുമ്മയും ഫാമിലിയും. വളവട്ടണത്തെ നമ്മളെ കാണാനായി സ്വർണ്ണമകനായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം അനുഭവങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് ഉമ്മ പറഞ്ഞട്ടെ കാര്യങ്ങൾ. നല്ല സ്വഭാവം, ഒരു വീട്ടിൽ വന്നു കയറിയ ഫീലുണ്ട് നമുക്ക്. പിന്നെ അല്ല വീഡിയോ കാണാൻ തുടങ്ങി ഇവിടെ വരാൻ കാരണം ഉമ്മയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ പരിചയപ്പെട്ടു. അപ്പൊ എന്തോ ബന്ധുക്കളുടെ ഫീൽ ഉണ്ട്, എല്ലാരും കാണണോ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 9 ഗ്രാമിന്റെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് എല്ലാം ലൈറ്റ് വെയിറ്റ് ഉള്ളൂ. കാരണം അതുപോലെ തന്നെ ഡയമണ്ടിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഉണ്ടല്ലോ എല്ലാം നോക്കിയല്ലേ ഇഷ്ടപ്പെട്ടല്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞ നമ്മളെ വീഡിയോസ് കുറെ മുന്നേ കാണലുണ്ടാ? 1.5 വർഷമായി കാണുന്നു. 1.5 വർഷമായി കാണുന്നു. എന്തായാലും ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്താൻ ലേറ്റ് വിലച്ചതി ഉമ്മ പറഞ്ഞ പരിചയമാണ് എനിക്ക് നിങ്ങളെല്ലോ. ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ടതിൽ സന്തോഷം. അങ്ങനെ എടുത്തുമ്പോൾ നമ്മളെ കാണാനായിട്ട് വരികയല്ലേ പറയുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും വലിയ സന്തോഷേ. ഏതായാലും നമ്മളെ കസ്റ്റമർ സർവീസ് എല്ലാം ഓക്കെ അല്ലേ? സെയിൽസ്മാൻമാരെല്ലാം സ്റ്റാഫ് എല്ലാം കണ്ടീഷൻ ആണല്ലോ. ആരെ കൊണ്ട് ഇതാ ഇവളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ടേ? അശ്വതി ഇങ്ങോട്ട് വാ, കുറച്ച് ഇങ്ങോട്ട് വാ. അശ്വതി എല്ലാം ഓക്കെ അല്ലേ? വീട് നല്ല ചെയ്തിട്ടില്ലേ? വീട് നല്ല സാധനം കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കും നല്ല പെരുമാറാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ല നമ്മളെ ഫീലുണ്ട് ഉണ്ടല്ലോ. എന്തായാലും ഓ സന്തോഷം. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സാന്ന് അറിയുന്നത് കേട്ടാ. നമ്മളെ ഷോപ്പിൽ വന്ന കസ്റ്റമർ ശരി. അപ്പൊ ഏതായാലും നമ്മളെ ഗെയിം ഒന്നുണ്ടായിരുന്നു. സൂചിയറിന്റെ ഒരു സമ്മാനമില്ലേ? പ്രോത്സാഹന സമ്മാനം കിട്ടിയല്ലേ? പിന്നെ നമ്മളെ ബുദ്ധി പരീക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് കുട്ടിമാമ ഞാൻ ഞെട്ടി അത് കിട്ടിയില്ല. കംപ്ലീറ്റ്. എന്നാലും എല്ലാം കൊണ്ടും ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി എപ്പാന്ന് വെച്ചാൽ സൗരം നോക്കിട്ട് ബരിയാല ശരി. അതല്ലേ ഞാൻ വൈഫിനെയും കൊണ്ട് അവിടെ കളരിവാതിക്കൽ വരുന്നുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് എന്തായാലും വരാൻ നോക്കാം. നമ്പർ ഇട്ടിട്ടില്ല, വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം കേട്ടാ. ഞാൻ പറഞ്ഞ നമ്മളെ കുടുംബം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ അപ്പൊ കുടുംബക്കാരുടെ വീട്ടിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുടുംബക്കാരുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് ഒരു പോക്ക്. എല്ലാം ദൈവം സഹിച്ചാകുമ്പോൾ വരാം കേട്ടോ. എന്തായാലും കുടിച്ച് ചോറ് തന്നിട്ട് പോയാൽ പോരെ? ഉച്ച സമയം ഭക്ഷണം അതെയല്ലേ? ഏതാ വർഷം? 7ാം ക്ലാസ് ബാച്ച്. 7ാം ക്ലാസ് ബാച്ച് ഇതാ ഗംഭീരട്ടാ. സാധാരണ അല്ലെ 10ാം ക്ലാസ് SLC ബാച്ചില് ബേബി ബീച്ചിലാന്ന് പരിപാടി അല്ലേ? ഓ എന്നാ പിന്നെ ഒരു കയ്യടി ജോറ് പരിപാടിയല്ലേ എല്ലാവരും കൂട്ടി. ശരി. ഏതായാലും പഴയ സുഹൃത്തുക്കളെല്ലാം ഒന്ന് കണ്ട് അല്ലെ ഒന്ന് എൻജോയ് ചെയ്താളാം. ചക്കിന് വെച്ചത് കൊക്കിനുണ്ടു. പൊട്ടനെ ലോട്ടറി അടിച്ചു. ചക്ക വീണ് പോയാൽ ചത്തോ. ചിരിച്ചു മരിച്ചു. പവനായി ശവമായി. കുട്ടിമാമനാണ് നെട്ടിമാമ.